ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തിയ തുടരും 6-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. വേറെ ഒന്നുമല്ല, 6 ബോളിൽ സെഞ്ചുറി തൂക്കി ലാൽ മാജിക് നമുക്ക് കാണാൻ കഴിയുന്നു. 5-ാം ദിനത്തോടെ മികച്ച കളക്ഷനിൽ നിൽക്കുന്ന സിനിമ. ഇന്നത്തെ കളക്ഷൻ താണ്ഡവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ചാനൽ ഇടയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താവുന്നതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളിലേക്കൊന്ന് കടന്നു വരാം. 5-ാം ദിവസമായ ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 1960ഓളം ഷോകളാണ്. 3,96,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റു എന്ന് ട്രാക്കേഴ്സ് പറയുമ്പോൾ 6,25,00,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതും 77% ഒക്യുപ്പൻസിയിൽ. അതായത് 5-ാം ദിവസവും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നിരിക്കുന്നു. സിനിമ 7 കോടിക്ക് അടുത്തേക്ക്, അതായത് 6,80,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. ഇതുമാത്രമല്ല, ഇതിന് തൊട്ടു മുന്നുള്ള ദിവസം നേടിയത് 6,90,00,000 രൂപയാണെങ്കിൽ അങ്ങനെ മികച്ച രീതിയിൽ സിനിമ കുതിച്ച് പായുന്ന ഒരു കാഴ്ച. വേൾഡ് വൈഡായിട്ട് സിനിമ 5 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 95 കോടിയോളമാണ്. അതും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 34 കോടിക്ക് മുകളിലും നേടിയിരിക്കുന്നു. ആദ്യ ദിനം സിനിമ 1434 ഷോകളിൽ നിന്നായിട്ട് നേടിയത് ഏകദേശം 5,32,00,000 രൂപയായിരുന്നു. 2-ാം ദിവസം 1,800 മുകളിലുള്ള ഷോകളിൽ നിന്ന് സിനിമ നേടിയത് 7 കോടിയാണെങ്കിൽ 3-ാം ദിവസം ഞെട്ടിക്കുന്ന കളക്ഷനുമായിട്ടാണ് സിനിമ നിന്നത്. അതെ, സർവകാല റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ട് 8,20,00,000 രൂപ നേടിയ ചിത്രം പിന്നീട് 6,90,00,000 വർക്കിംഗ് ഡേയിൽ നേടിയത്. ഓരോ വർക്കിംഗ് ഡേയിലും സിനിമയുടെ കളക്ഷൻ അതിഭീകരമായിട്ട് ഉയരുമ്പോൾ 6-ാം ദിവസവും പ്രീസെയിലൂടെ വന്നിരിക്കുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. അതായത് ഇതുവരെ മലയാള ബോക്സ് ഓഫീസ് കണ്ടിട്ടില്ലാത്ത ഒരു റെക്കോർഡെന്ന് തന്നെ പറയാം. അതിൻ്റെ ഡീറ്റെയിൽഡ് കളക്ഷൻ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കിടക്കാം. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമായി 259 ഷോകളിൽ നിന്ന് 27,684 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ 50,22,000 രൂപയോളമാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 30-ാം തീയതി അതായത് ഇന്നത്തെ പ്രീസെയിൽ കളക്ഷനാണ് പറഞ്ഞു വരുന്നത്. 38.76% ഒക്യുപ്പൻസി. ഇന്നൊരു മിഡ് വർക്കിംഗ് ഡേ, ബുധനാഴ്ച എന്നോർത്തോളുക. കൊല്ലത്ത് 130ഓളം ഷോകളിൽ നിന്ന് 17,453 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ 28,15,000 ആണ് അതിൻ്റെ കളക്ഷനായി വന്നിരിക്കുന്നത്. 51% ഒക്യുപ്പൻസി. പത്തനംതിട്ടയിൽ 25 ഷോകളിൽ നിന്ന് 4,734 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ 7,81,000 രൂപ വരികയും 79.9, അതായത് 80% ഒക്യുപ്പൻസി. ആലപ്പുഴ 90 ഷോകളിൽ നിന്ന് 14,667 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 23 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. 55% ഒക്യുപ്പൻസിയിൽ. കോട്ടയത്ത് 93 ഷോകളിൽ നിന്ന് 14,258 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22 ലക്ഷം രൂപയോളം വന്നു. അവിടെയും 52% ഒക്യുപ്പൻസി. ഇടുക്കിയിൽ 26 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 4,004 ടിക്കറ്റുകൾ, 6,22,000 രൂപയാണ് ഗ്രോസായി വന്നത്. 55% ഒക്യുപ്പൻസി. എറണാകുളം 319 ഷോകൾ, 41,000 ടിക്കറ്റുകൾ, 80,58,000 രൂപ, 53% ഒക്യുപ്പൻസി. തൃശ്ശൂർ 236 ഷോകൾ, 29,000 മുകളിലുള്ള ടിക്കറ്റുകൾ, 44 ലക്ഷം ഗ്രോസായി വരികയും 41% ഒക്യുപ്പൻസിയും. പാലക്കാട് 165ഓളം ഷോകൾ, 17,302 ടിക്കറ്റുകൾ വിറ്റുപോയി. 23,67,000 രൂപയോളം കളക്ഷൻ വന്നു. 46% ഒക്യുപ്പൻസി. നമുക്ക് പാലക്കാട് 145ഓളം ഷോകൾ, 17,302 ടിക്കറ്റുകൾ, 23,67,000 കളക്ഷൻ വന്നത്. 46% ഒക്യുപ്പൻസിയെങ്കിൽ മലപ്പുറത്ത് 226ഓളം ഷോകൾ, 24,004 ടിക്കറ്റ് വിറ്റുപോയി. 32 ലക്ഷം രൂപയാണ് ഗ്രോസായി വന്നത്. 44.7% ഒക്യുപ്പൻസി. കോഴിക്കോട് 184ഓളം ഷോകൾ, 25,500 ടിക്കറ്റുകൾ വിറ്റുപോയി. 41,33,000 രൂപ കളക്ഷനായി വന്നപ്പോൾ 57% ഒക്യുപ്പൻസി. വയനാട് 37ഓളം ഷോകൾ, 3,800 ടിക്കറ്റുകൾ വിറ്റുപോയി. 5,13,000 ഗ്രോസായി വന്നത്. 51% അതിൻ്റെ ഒക്യുപ്പൻസി വന്നത്. കണ്ണൂർ 111ഓളം ഷോകൾ, 16,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 24 ലക്ഷം രൂപ വന്നു. 58% ഒക്യുപ്പൻസിയിലായിട്ട്. കാസർഗോഡ് 31 ഷോകൾ, 3,000 മുകളിൽ ടിക്കറ്റുകൾ, 4,67,000 രൂപയാണ് വന്നിരിക്കുന്നത്. 40% ഒക്യുപ്പൻസിയിൽ. മൊത്തം 1,912 ഷോകൾ,
2,43,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. അതുകൂടാതെ 3,92,02,00,000 രൂപ ആണ് സിനിമയുടെ ഗ്രോസായി വന്നിരിക്കുന്നത്. 48% ഒക്യുപ്പൻസീസ്. അതെ, ഒരു റെക്കോർഡ് തന്നെയാണ് ഈ ഒരു സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ലെവലിലുള്ള ആ ഒരു കളക്ഷൻ. 6-ാം ദിനവും സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് 3,90,00,000 രൂപ എന്ന് പറയുമ്പോൾ 4 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതാണ് നമുക്ക് ആളിക്കത്തുന്ന തീ പോലെ കാണാൻ കഴിയുന്നത്. മറ്റ് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA-യിൽ നിന്ന്, നോർത്ത് അമേരിക്കയിൽ നിന്ന് 4 ദിവസം കൊണ്ട് 800K എത്തിയ ഈ ഒരു ചിത്രം 5-ാം ദിനം 63,600-ഓളം ഡോളറുകൾ കൂടി നേടിയപ്പോൾ 900 എന്ന് മാത്രമല്ല, ഇന്ന് അതായത് ഈ ഒരു ദിവസം കൊണ്ട് അത് 1 മില്യണിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കുതിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്നലയോടെ കൂടി മാത്രമായി, ഇന്നലത്തെ മാത്രം കളക്ഷനായി സിനിമയ്ക്ക് ഏറെക്കുറെ 12 കോടിയോളമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. 4-ാം ദിവസം 69 കോടിയാണ് സിനിമയുടെ കളക്ഷനെങ്കിൽ 5-ാം ദിവസം എത്തിയപ്പോൾ സിനിമ 85 കോടിക്കടുത്തേക്ക്, അല്ലെങ്കിൽ 84 കോടി എന്നുള്ള റേഞ്ചിലേക്ക് വന്നു. അതിൻ്റെ ഉറപ്പായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല. 84-85 കോടി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് മുഖാന്തരം എത്തുന്നത്. അതായത് ഈ ഒരു ദിവസം 5-ാം ദിവസത്തെ കളക്ഷനോട് കൂടി സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞ ആ ഒരു ചേഞ്ച് ആ റേഞ്ചിലാണ്. അങ്ങനെ നമുക്ക് 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 97 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ സിനിമ 100 കോടി കടക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. എന്താണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് 33 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു. സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 95 കോടി എന്ന് പറയുമ്പോൾ 5 ദിവസം കൊണ്ട് അതൊരു റെക്കോർഡ് തന്നെയാണ്. മലയാള സിനിമ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ലെവലിലേക്ക് പോകുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന ആദ്യ ചിത്രമാകും ഈ ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പോൾ തിയേറ്ററുകളുടെ കൗണ്ടും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഷോ കൗണ്ടുകളും കൂടുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത തന്നെയാണ്. അതെ, തുടർച്ചയായി 2ാമത്തെ 100 കോടിയിലേക്ക് മോഹൻലാൽ എത്തുന്നു, അല്ലെങ്കിൽ മോഹൻലാൽ ചിത്രം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യം വെള്ളിയാഴ്ച കൊണ്ട് 17.5 കോടിയാണ് സിനിമ എത്തിയതെങ്കിൽ പിന്നീട് ശനിയാഴ്ച നമുക്ക് 25 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും, ഞായറാഴ്ച 26 കോടിക്ക് മുകളിലും കിട്ടി. അങ്ങനെ കുതിച്ച് പായുന്ന ഈ ഒരു ചിത്രം, നമുക്കറിയാം വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഇടിവുണ്ടാകാറുണ്ട്. ആ ഇടിവ് സ്വാഭാവികമാണെങ്കിൽ പോലും സാധാരണ സിനിമയുടെ, അല്ലെങ്കിൽ പല സിനിമകളുടെയും ഫുൾ കളക്ഷനാണ് ഈ ഒരു സിനിമ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കളക്ഷനാണ് ഈ സിനിമയ്ക്ക് പലപ്പോഴും 1-2 ദിവസം കൊണ്ട് തന്നെ വരുന്നത്. അങ്ങനെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും ഗംഭീരമായ ഒരു വിജയം ഈ സിനിമ നേടുന്നു. ഒപ്പം കളക്ഷൻ്റെ കാര്യത്തിലും സാധാരണ സിനിമകൾ വരുന്ന പോലെ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. 0 ഹൈപ്പ്. എല്ലാ കാര്യത്തിലും യാതൊരു അനക്കവുമില്ലാതെ വന്ന സിനിമ ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കുതിച്ചു പായുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ 200 കോടി അപ്ഡേറ്റുകൾ പറയാൻ എത്തും. അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പറയുന്നു. അടുത്ത 5 ദിവസത്തിനുള്ളിൽ തന്നെ സിനിമ 200 കോടിയിലേക്ക് ടച്ച് ചെയ്യട്ടെ. മലയാള സിനിമയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലേക്ക് ഈ സിനിമ എത്തിച്ചിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഒപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ ഇതിനോടകം കണ്ടത് എന്ന് പറയാം, മൾട്ടിപ്പിൾ ടൈംസ് കണ്ടവർ എന്ന് പറയാം. അവർ ഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലാത്ത സമയത്ത് പലപ്പോഴായി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ നമ്മുടെ കമൻസിലൂടെ കണ്ടു. 3 പ്രാവശ്യം കണ്ട ഒരു വ്യക്തി, അദ്ദേഹമൊക്കെ അടിപൊളി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.